ക്രിസ്മസ് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്ന ദിനം. ഇന്നും ആ സ്നേഹം കാത്തിരിക്കുന്നത് അലങ്കാരങ്ങളിലല്ല, പ്രായമായവരുടെ നിശബ്ദമായ കണ്ണുകളിലാണ്. എന്റെ ഏറ്റവും ഈ എളിയ സഹോദരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 25:40 തിരുവചനം. ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. സ്നേഹം വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയാണ് തെളിയേണ്ടത്. ക്രിസ്മസ് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒരു കാലം. 3 തലമുറകൾ ഒത്തുചേരുന്ന ഒരു കുടുംബത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നമുക്കും പങ്കുചേരാം. എന്നാൽ നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? ദീപ, ജോൺ, അൽഫോൻസ, സോഫിയ, ജിയന. ചാച്ചന്റെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളോടൊന്ന് പറയാമോ? അന്ന് ഈ പോത്ത് നാട്ടിലുള്ള കാള മൂലികള് ഒക്കെ അപ്പം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്ത് അങ്ങനെ അതേ ഉള്ളൂ. ഇറച്ചി മേടിക്കുക, പള്ളി പോകും, പാതിരാക്ക് അന്ന് രാത്രി പാതിരാക്ക് പുൽക്കൂടു തന്നിൽ ആനന്ദമേ ആനന്ദമേ ആനന്ദസ്തുതി, ലോകരുടെ ജീവനായ രക്ഷകൻ വന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യമേ സാറിന്റെ മനസ്സിലേക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ചെറുപ്പത്തില് രാത്രി പള്ളി പോകുന്നതാണ്. രാത്രി 12 മണിക്കാണ് കുർബാന. അപ്പോൾ അന്നേരം ഉറക്കത്തിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നമ്മളെ പള്ളിയിൽ പോകുമ്പോൾ അതൊരു മറക്കാതെ ഒരു ഓർമ്മയാണ്. ശരിക്കും നല്ല തണുപ്പുള്ള രാത്രിയാണ് ക്രിസ്മസിന്റെ സമയത്ത്. അപ്പോൾ അന്നേരം പോകുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ടുള്ളത് കരോളിന് പോകുന്നതാണ്. ഞങ്ങളുടെ കരോള് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ആദ്യം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഡ്രമ്മൊക്കെ കൊട്ടി പണ്ട് ഇങ്ങനെ വിളക്കൊക്കെ തെളിച്ച് പോകുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അടുത്തിടെ വന്നപ്പോഴേക്കും ക്രിസ്മസിന്റെ രീതിയൊക്കെ മാറി, കൂടുതലൊരു എല്ലാം ഒരു പ്രദർശനം പോലെ വന്നതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി കുടുംബങ്ങളിലുള്ള ആഘോഷങ്ങൾ വളരെ കുറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഇക്കാര്യത്തിൽ ഒരുപാട് മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഒരു വലിയ ദൈവാനുഗ്രഹം ചാച്ചനും അമ്മയോടും കൂടി ക്രിസ്മസ് ആഘോഷിയുടെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവരുടെ കൂടെ ആഘോഷിക്കാൻ വലിയ ദൈവാനുഗ്രഹം നൽകുന്നുണ്ട്. അപ്പോൾ ചാച്ചനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സന്ദേശവും ഈ ഒരു കാര്യമൊക്കെ ഞങ്ങൾക്കൊരു പുതുമയായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ട് തോന്നുന്നു. കുട്ടികൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും എല്ലാ തലമുറകൾ, 3 തലമുറ ഇവിടെയുണ്ട്. തലമുറകളുടെ ഒരു ആഘോഷമായിട്ട് ഈ ക്രിസ്മസ് വരുന്നത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി ദീപ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോഴത്തെ ക്രിസ്മസ് അല്ല, പണ്ടൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസിൻസ്, ഒരു ചെറിയ ഫാമിലി അല്ലായിരുന്നു, ഒത്തിരി പേര് കൂടി ഇങ്ങനെ ആഘോഷിക്കും. ഇപ്പോഴാണെങ്കിൽ ന്യൂക്ലിയർ ആയിട്ട് ഓരോരുത്തരുടെ സെൽഫ് സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും ഒരു ഇച്ചിരിയോടെ എഫേർട്ട് ഇട്ട് എല്ലാവരും കൂടി ആഘോഷിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് പറയാനുള്ളത്. നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഇത്ര 5 പേരുള്ളപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ അവരുടെ വീട്ടിലെ ക്രിസ്മസിനേക്കാളും ഭയങ്കര വെറൈറ്റിയാണ് ഇവിടെ. നമ്മളെല്ലാരും ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും നമ്മൾ രാത്രി കാര്യങ്ങളൊക്കെ പാടി ഭയങ്കര രസമാണ്. പിന്നെ ചാച്ചന്റെ ഒക്കെ പഴയ, ഇപ്പൊ അപ്പൊക്കെ പറഞ്ഞ ചാച്ചന്റെ പഴയ ക്രിസ്മസിന്റെ ആ കഥകളും രാത്രി ഇങ്ങനെ പോത്തോട്ടാൻ പോകുന്നതും ഇതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും ഓരോ വർഷവും ഇങ്ങനെ വെറൈറ്റി ആയി ക്രിസ്മസ് ബോറടിക്കില്ല ഒരിക്കലും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വൈബ് ക്രിസ്മസ് ആണ് എന്റെ വീട്ടിൽ ഇവിടെ ഉള്ളത്. ഈ വർഷം ആദ്യമായിട്ട് നമ്മളെല്ലാ 5 പേരും ഒരു പുൽക്കൂട് ഉണ്ടാക്കുകയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും ചാച്ചൻ്റെ അമ്മച്ചനും കൂടെ പ്ലം കേക്കൊക്കെ കഴിക്കുകയും ചെയ്തു. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ക്രിസ്മസ് നല്ല രസമാണ്. ക്രിസ്മസ് എല്ലാവരും ചേർന്ന് നല്ല രസമാണ്. പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചേർന്ന് കൂടിയാൽ നല്ല രസമാണ്. ഇത്രയും നേരം നാം ഈ കുടുംബത്തോടൊപ്പം വേറിട്ടൊരു ക്രിസ്മസ് അനുഭവത്തിലായിരുന്നു.
ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഒരു വീട്ടിൽ ഒരപ്പൻ, ഒരമ്മ, ഒരു കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചാച്ചനുണ്ട്, ഒരു അമ്മച്ചിയുണ്ട്, ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ട്, 5 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ക്രിസ്മസും ആനന്ദപൂർവ്വമാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഉണ്ണീശോയെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കാം. മാലാഖമാർ ഉണ്ണീശോയെ വാഴ്ത്തി പാടിയ പോലെ നമുക്കും ഈശോയെ വാഴ്ത്തി പാടാം. ഇന്ന് നാം കണ്ടത് ഒരു കഥയല്ല, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ക്രിസ്തുമസ് രാത്രിയിൽ ഒരു കുഞ്ഞായി ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ശക്തരുടെയോ യൗവനത്തിന്റെ നടുവിലോ അല്ല, ഒരു കുടുംബത്തിന്റെ സാധാരണതയിൽ. ഇന്നത്തെ ലോകം ഉപയോഗിക്കുന്നവരെ മാത്രം വിലമതിക്കുമ്പോൾ ക്രിസ്തുമസ് നമ്മോട് പറയുന്നു, മറയ്ക്കപ്പെട്ടവരിലാണ് ദൈവം വസിക്കുന്നത്. പ്രായമായവർ ഭാരമല്ല, ദൈവം നമുക്ക് നൽകിയ ജീവിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഈ ക്രിസ്തുമസ് നമ്മുടെ കുടുംബങ്ങൾ ലോകത്തോട് സാക്ഷ്യം വഹിക്കട്ടെ. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നിടത്താണ് യേശു ജനിക്കുന്നത്. ഇന്നത്തെ ലോകം പ്രായമായവരെ പിന്നിലേക്ക് തള്ളുമ്പോൾ, വൃദ്ധസദനത്തിന്റെ നാൽപ്പത്തിലേക്ക് കടത്തിവിടുമ്പോൾ, ഇത്തരം കുടുംബങ്ങൾ അവരുടെ നന്മയാർന്ന ജീവിത ഉത്തരവാദിത്വങ്ങൾ ഒരു സാക്ഷ്യമാണ്. മറയ്ക്കപ്പെട്ടവരല്ല, അവർ നമ്മുടെ വേരുകളാണ്. അവരുടെ ചുറ്റിക്കിളിഞ്ഞ കൈകാലുകളിൽ കാലത്തിന്റെ കഥകളുണ്ട്. അവരുടെ മൗനത്തിൽ പോലും ജീവിതത്തിന്റെ ജ്ഞാനമുണ്ട്. അവരെ കേൾക്കുന്നത് കരുണയല്ല, കടമയാണ്. അവരെ ചേർത്ത് പിടിക്കുന്നത് ഒരു സേവനമല്ല, നമ്മുടെ മനുഷ്യത്വത്തിന്റെ തെളിവാണ്. അവരുടെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട്. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ നാളെയുണ്ട്. പ്രായം ദൗർബല്യമല്ല, അത് ദൈവകൃപയുടെ അടയാളമാണ്. ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നിടത്താണ് യഥാർത്ഥ ജീവിതം. അതാണ് യഥാർത്ഥ ക്രിസ്തുമസ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും നന്ദിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദിയോടെ.